ഇന്ന് മലപ്പുറം വഴി കോഴിക്കോടുള്ള യാത്രയിലാണ്. അരീക്കോട് നിന്നൊരു ഹോട്ടലിലേക്ക് കയറിയതാണ്. ഒരു അട്ടാറ് ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒരു രക്ഷയില്ല മക്കളെ. കാരണം മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് ഹോട്ടലിലൊക്കെ നമ്മൾ പലപ്പോഴായി കയറുമ്പോൾ ഒരു ജാതി വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ഹോട്ടലിനെ കുറിച്ച് നമ്മൾ പൊക്കി പറയല്ല. ഇവിടുത്തെ ഒന്നാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു നല്ല ഈ അരീക്കോടിൻ്റെ ഒരു ഹൃദയ ഭാഗത്താണ് ഈ ഷോപ്പ് നിന്ന് സ്ഥിതി ചെയ്യുന്നത്. അരീക്കോടിൻ്റെ ഹൃദയ ഭാഗത്താണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതിലുപരി ഇവിടുത്തെ വെയിറ്റേഴ്സിൻ്റെ സർവീസ് ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം നമുക്ക് ജ്യൂസിന് നമുക്ക് എന്താ ടേസ്റ്റോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് പറ്റാത്തൊരു സിസ്റ്റത്തിൽ വന്നപ്പോൾ എന്താ പറയുക, ഒരു സംഭവം ഒരു ലാശം ഒരു ഇത് കൂടിപ്പോയതാണ്, മിൽക്ക് കൂടിപ്പോയതാണ്. അന്നേരം ആ സ്പോട്ടിൽ തന്നെ അവർ തന്നെ വന്ന് അവിടുത്തെ മാനേജ്മെൻറ്റിനെ ഒന്നും കുറിച്ച് പറയാനും വാക്കുകളില്ല. അവർ തന്നെ വന്നിട്ട് നമ്മളോട് ചോദിച്ച് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള പിന്നെ ജ്യൂസ് വേണ്ടിയെന്നൊക്കെ ചോദിച്ച് അപ്പോൾ സ്പോട്ടിൽ തന്നെ അവർ വേറൊരു ജ്യൂസ് അടിച്ച് തന്ന് അങ്ങനെ പറയല്ല. കാരണം വെച്ചാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതി എന്നൊക്കെ പറയാനുണ്ടല്ലോ. കാരണം അവരുടെ മാനേജ്മെൻറ്റും അതേമാതിരി തന്നെ അവിടുത്തെ ഫുഡും ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ പറയാം. ഒരു രക്ഷയില്ല എന്നാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഹോട്ടൽ എവിടെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ മലപ്പുറത്ത് നിന്നൊക്കെ വയനാട്ടിലേക്കൊക്കെ പോകുന്ന ആളുകൾ അരീക്കോട് ടച്ച് ചെയ്തിട്ടാണോ പോവുക? അപ്പോൾ അരീക്കോട് ടച്ച് ചെയ്തിട്ട് അരീക്കോട് എത്തുന്നേരം കോറണ്ടത്തെല്ലാണ് ഈ ഹോട്ടലിൽ ഉള്ളത്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ നെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മമത എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ബേക്കറി ഉണ്ട്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഒരു എന്താ പറയുക, ഒരു അടാറ്, ഒരു കിടുക്കാച്ചി തന്നെ പറയാം, ഒരു കിടുക്കാച്ചി തന്നെ പറയാം. അത്രക്കും വെറൈറ്റിയിലാണ്. കേക്ക്സ് ഒക്കെ ഉണ്ട്. ഒരു വേറൊരു ലെവലാണ്. വൈകുന്നേരം ആണെങ്കിൽ അതിനേക്കാട്ടിലും പൊള്ളിച്ചാക്കിടിക്കുന്നൊക്കെ പറയണം. അത്രക്കും നല്ല ഫുഡാണ് മക്കളെ, ആരും മിസ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയല്ലോ, നമ്മളെ കൊടുവള്ളി എന്നുള്ള നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻറ്റുകൾ ഇടുക. ഇനിയും ഇതേപോലെ